എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ KYC ഇനി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. കാരണം നാളെ മാർച്ച് 31 നാളെ 6 മണി വരെയാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. ഈ 6 മണി കഴിയുമ്പോൾ അടുത്ത അപ്ഡേഷൻ വരികയാണ്. PM കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ നിന്നും KYC എന്നൊരു പരിപാടി മാറ്റി വെക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ KYC കംപ്ലീറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ KYC ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ളവരെ ഇൻഎലിജിബിൾ ആയിട്ട് മാറ്റി നിർത്തുകയും നിങ്ങൾ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടോ അത്രയും രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പ്രത്യേകം നമ്മുടെ PM കിസാൻ സമ്മാൻ നിധിയുടെ പോർട്ടൽ അത് പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ 4 വരെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ PM കിസാൻ സമ്മാൻ നിധിയിൽ വരുത്താനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏപ്രിൽ 4 വരെയാണ് കേന്ദ്രം സമയം തന്നിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതുപോലെ തന്നെ കേന്ദ്രം ഇപ്പോൾ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ഇവിടുന്ന് ലാൻഡ് സീഡിങ്ങിന്റെ കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഒരിക്കലും നമ്മൾ റിജക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ റിജക്റ്റ് ആയിട്ട് ഉള്ളവരുണ്ട്, അല്ലാതെ തന്നെയും എല്ലാ കാര്യങ്ങളും അപ്രൂവൽ ആയിട്ട് നമുക്ക് ലാൻഡ് സീഡിങ് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അത് നമുക്ക് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസിൽ നിന്നാണ് ലാൻഡ് സീഡിങ് അപ്രൂവലായി കിട്ടേണ്ടത്. അത് നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നേരിട്ട് തന്നെ പോയി ലാൻഡ് സീഡിങ് അപ്രൂവൽ ആക്കേണ്ടതാണ്. ഇപ്പം നാളെ ഞായറാഴ്ചയാണ്, ഈസ്റ്റർ ആണ്. അപ്പോൾ നാളെ അത് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലാൻഡ് സീഡിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് 4 വരെയുള്ള സമയമാണ് കേന്ദ്രം തന്നിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ നിങ്ങൾ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസ് എവിടെയാണോ അവിടെ പോയി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് തന്നെ നിങ്ങൾ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇത് ചെയ്തു തരുന്നില്ല, നിങ്ങളുടെ സേവനങ്ങൾ ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് യാതൊരു വിഷയങ്ങളും ഉണ്ടാകത്തില്ല. അല്ലാതെ യാതൊരു കാര്യങ്ങളും അന്വേഷിക്കാതെയും ഒന്നെങ്കിൽ അക്ഷയയിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അക്ഷയക്കാരല്ല ഇതൊന്നും ചെയ്യേണ്ടത്. അക്ഷയക്കാർ ചെയ്തു തരിക എന്ന് പറഞ്ഞാൽ പുതിയ അപേക്ഷ, അല്ലെന്നുണ്ടെങ്കിൽ ലാൻഡ് സീഡിങ്ങും KYC അവർ ചെയ്തു തരിക എന്ന് മാത്രമേ ഉള്ളൂ. വെരിഫൈ ചെയ്യേണ്ടതെല്ലാം നമ്മുടെ ഓഫീസേഴ്സുമാരാണ്. അവരത് ചെയ്തു തരാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അത് നോഡൽ ഓഫീസർ തന്നെയാണ് വെരിഫൈ ചെയ്യുന്നത്. വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കുള്ള പരിഹാരം അവർ ചെയ്തു തരുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, നിങ്ങൾക്ക് ഇതുവരെയും അത് ചെയ്തു തരുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതൊരു പേയ്മെന്റ് കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിന്റെ കാര്യങ്ങൾക്കെല്ലാം ഫോർവേഡ് ചെയ്ത് കൊടുത്ത് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ KYC കംപ്ലീറ്റ് ആണോ എന്ന് നോക്കുക. കാരണം നാളെ വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഉള്ളൂ. നാളെ ഈ ഒരു മാസം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അപ്ഡേഷൻ നാളെ വൈകുന്നേരമാണ് നടക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം. അത് ഓൺലൈനായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും KYCയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് നമുക്ക് 4 വരെ കേന്ദ്രം സമയം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള സമയം കേന്ദ്രം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ 4 തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവരത് വെരിഫൈ ചെയ്ത് നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലേക്കും ബ്ലോക്ക് ലെവലിലേക്കും ഒക്കെ അവർ ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്ത് കൊടുക്കാത്തത് എന്നുള്ളൊരു വെരിഫിക്കേഷൻ അവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് KYC ചെയ്യാനായിട്ട് നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഏപ്രിൽ 4 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്